ഹലോ ഡിയേഴ്സ്, ഇന്ന് പരിപ്പോ അല്ലെങ്കിൽ അടയോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു പ്രഥമനാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഓണസദ്യയ്ക്ക് ഇലയിൽ വിളമ്പി പപ്പടത്തോടും പഴത്തോടൊപ്പം കുഴച്ച് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഗീ ഒന്ന് മെൽറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗീയൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതാണ്. ഇഞ്ചി ഈ ഗീയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്പം ഇഞ്ചി ഫ്രൈ ചെയ്ത് ഈ പായസത്തിൽ ചേർത്താൽ ശർക്കര പായസം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വയറ്റിന് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കും. കുട്ടികൾക്കും ചില മുതിർന്നവർക്കും ശർക്കര പായസം കഴിക്കുമ്പോൾ വയറിളകുന്നത് പതിവാണ്. അതുകൊണ്ട് ഈ ഇഞ്ചി ഇതുപോലെ ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർത്താൽ വയറ്റിന് അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും. ഇഞ്ചി മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറമായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 10-12 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയോടൊപ്പം തന്നെയാണ് കശുവണ്ടിയും ചേർത്ത് ഫ്രൈ ചെയ്യേണ്ടത്. കശുവണ്ടിയും കൂടി കിടന്ന് നല്ലതുപോലെ മുരിഞ്ഞ് ഇഞ്ചിയും കശുവണ്ടിയും ഏകദേശം ഒരേ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ കശുവണ്ടിയും ഇഞ്ചിയും ഒരേ നിറത്തിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ കശുവണ്ടിയും ഇഞ്ചിയും നല്ലതുപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. പാനിൽ ബാക്കി വന്ന ഈ ഗീയിലേക്ക് 1/2 കപ്പ് അളവിൽ പച്ചരിപ്പൊടി ചേർക്കാം. അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ പൊടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 7-8 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇത് ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറും. ആ സമയമാവുന്നത് വരെ നേരിയ തീയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ റവയൊക്കെ വറുക്കുന്നത് പോലെ തന്നെയാണ് ഇതും വറുത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങയുടെ 2ാം പാല് ഞാൻ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം പാല് ചേർത്ത് കലക്കിയെടുക്കാൻ. തേങ്ങാപ്പാൽ കുറേശ്ശെ ചേർത്ത് മിക്സാക്കി എടുക്കുക. ഇത് ചൂടാവും തോറും കട്ട കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടരെ ഇളക്കി കൊടുത്ത് പാല് ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ആ തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ടുണ്ട്. 2.5 കപ്പ് പാലും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിക്കാണ് 2.5 കപ്പ് പാല് ചേർത്തത്. ഇപ്പോൾ നല്ലതുപോലെ പൊടിയൊക്കെ പാലുമായി ചേർന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ തിളയ്ക്കുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ഏകദേശം 300 ഗ്രാം ശർക്കരയാണ് ഞാൻ അഴിപ്പിച്ചെടുത്തത്. 1/2 കപ്പ് അരിപ്പൊടിക്കാണ് ഞാനിപ്പോൾ 1 കപ്പ് ശർക്കര ഉരുക്കിയത് ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഏകദേശം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് പൊടിച്ച ഇഞ്ചിയും കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് കട്ടകൾ ഉണ്ടാവും. അപ്പോൾ അത് കൈകൊണ്ട് ഉടച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. ഇത് ഇനി നല്ലതുപോലെ ഉടയുന്നത് വരെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് തേങ്ങയുടെ 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒന്നാം പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പ് ചേർക്കുന്നത് പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടും. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കശുവണ്ടിയും കിസ്മിസും വറുത്തത് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ മൂപ്പിച്ച കശുവണ്ടിയും കിസ്മിസുമാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇലയിൽ വിളമ്പാൻ പറ്റിയ പ്രഥമൻ പായസമാണിത്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ നല്ല രുചികരമായ പായസം ഉണ്ടാക്കാനും സാധിക്കും. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പരിപ്പ് വറുത്തും വേവിച്ചും സമയം കളയാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അടയാണെങ്കിൽ നമ്മൾ വേവിച്ചൊക്കെ എടുത്ത് ശർക്കരയിൽ വരട്ടിയൊക്കെ എടുക്കണം. അത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പായസമാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇലയിൽ വിളമ്പാൻ വളരെ നല്ലൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.